ആനയുണ്ടെങ്കിലും ആലപ്പുഴ പഴയ തിരുമല ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്ക് ഒരു ടെൻഷനുമില്ല എന്ന് മാത്രമല്ല, ആനയെ എഴുന്നള്ളിക്കാൻ വനം വകുപ്പിന്റെ അടക്കം ആരുടെയും അനുമതിയും വാങ്ങാറില്ല. അമ്പലത്തിൽ ആനകളെ എഴുന്നള്ളിക്കുമ്പോഴത്തേക്കും കളക്ടറുടെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പെർമിഷൻ വേണം. ഇങ്ങനെയുള്ളൊരു ഇഷ്യൂസ് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. എന്താ പറയുക, നമുക്ക് അടുത്ത് പോകാനോ അല്ലെങ്കിൽ അതിനെ തൊടാനോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ക്ഷേത്രം ഒരു 360-400 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. കറക്റ്റ് റെക്കോർഡ്സ് അവൈലബിൾ അല്ലെങ്കിലും അപ്പോൾ ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നതായിരിക്കണം ഇത്. അപ്പോൾ ഇത് ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഈ ചെറിയൊരു കോമ്പൗണ്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം വലിയ ആനയെ കൊണ്ടുവന്ന റിസ്ക് ഉണ്ടെന്ന് അന്ന് അവർ അനുമാനിച്ചിരിക്കാം. അതിന് കാരണങ്ങളൊന്നുമില്ല. ഏതായാലും ഇവിടെ ഐരാവതം എന്ന കോൺസെപ്റ്റിലാണ് ഈ ആനയെ, ഈ തടി കൊണ്ടുള്ള ഈ ആനയെ ഞങ്ങൾ എഴുന്നള്ളിക്കുന്നത് ഇത് ഈ സങ്കേതത്തിന് പുറത്തു കൊണ്ടുപോകത്തില്ല. ഈ അമ്പലത്തിന് ഈ ചുറ്റമ്പലത്തിന് മാത്രം ചുറ്റി ഭഗവാനെ അതിലിരുത്തി കൊണ്ടുപോകാമെന്നുള്ളതാണ്. അതായിരിക്കണം, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും റെക്കോർഡ്സ് ഒന്നും അവൈലബിൾ അല്ല. അത് പൂർണ്ണമായും തേക്കിൽ നിർമ്മിച്ച ഒരു ആനയുടെ രൂപമാണ്. അതിന് ഈസിയായിട്ട് നടക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചക്രങ്ങളും ഭഗവാനെ ഇരുത്താനായിട്ടുള്ള അതിൻ്റെ തിടമ്പേറ്റാനായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ ഇതുപോലുള്ള ഈ ആനയെ എഴുന്നള്ളിക്കുന്നത് വർഷത്തിൽ വെറും ഈ ഉത്സവ സമയങ്ങളിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപൂർവതയാണ് ഞങ്ങൾക്കും. കുഞ്ഞുനാളിൽ ഓടി വന്ന് ഇതിൻ്റെ പുറത്ത് കയറുക ഒക്കെയുള്ള നല്ല മധുരമായ ഓർമ്മകളാണ് നമുക്ക് ഈ ആനയെക്കുറിച്ച് അല്ലെങ്കിൽ ഐരാവതത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കാൻ. ആലപ്പുഴ പഴയ തിരുമല ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി ഈ ആനയാണ് എഴുന്നള്ളത്തിനായി ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പിന്തുടരാവുന്ന മാതൃകയാണ്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.